2 വർഷങ്ങൾക്ക് മുമ്പ് 2023 മാർച്ച് 2-ന് വൈകിട്ട് 4 മണിയോടെയാണ് ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ തീപിടുത്തമുണ്ടായെന്ന വാർത്ത പുറത്തുവരുന്നത്. എല്ലാ വർഷവും ഉണ്ടാകുന്ന ചെറിയ തീപിടുത്തം പോലെ ആയിരിക്കുമെന്നാണ് ആദ്യം കരുതിയിരുന്നത്. എന്നാൽ ഇക്കുറി മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ ഏക്കർ കണക്കിന് മാലിന്യം കൂട്ടിയിട്ടിരുന്ന പ്രദേശം നിന്നുകത്തി. ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ തീയാനുള്ള ശ്രമം മുന്നോട്ട് പോകുന്നു. അതീവ വെല്ലുവിളി നിറഞ്ഞതാണ് അവരുടെ ജോലി. കാരണം അത്രയും പുക നിറഞ്ഞ ഇടങ്ങളിൽ പോയി തീയണക്കുന്ന ജോലികളാണ് മുന്നോട്ട് പോകുന്നത്. നല്ല തുറന്നിട്ടാണ് കിടക്കുന്നത്. സ്മെല്ലടിച്ചിട്ട് ഭയങ്കര ശ്വാസം മുട്ടുന്ന പോലെ ആൾക്ക് തോന്നി. ഭയങ്കരമായിട്ട് ചുമ കൂടി, പുകയൊക്കെ ശ്വസിച്ചിട്ടെ ഓക്സിജൻ വെച്ചൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴും എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടായി. പുരയുടെ അകത്തോടെ പുക വരുമായിരുന്നു. പുകയും അടിക്കുമ്പോൾ ശ്വാസം മുട്ടൽ പോലെ ഈ മണം വരുമ്പോൾ ഞങ്ങൾ എങ്ങോട്ട് പോകും? ഏക്കർ കണക്കിന് പ്രദേശത്ത് കുന്നുകൂട്ടിയിട്ടിരുന്ന മാലിന്യം കത്തിയുണ്ടായ വിഷപ്പുക നഗരമാകെ പടർന്നു. വിഷപ്പുക ശ്വസിച്ച് പലർക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. പലരും ആരോഗ്യം സംരക്ഷിക്കാൻ നഗരം വിട്ടു. തീപിടുത്തത്തെ തുടർന്ന് മാലിന്യ നീക്കം സ്തംഭിച്ചു. നാടും വീട്ടകങ്ങളും ചീഞ്ഞു നാറി. ഫ്രിഡ്ജിനകത്ത് വരെയാണ് മാലിന്യം സൂക്ഷിച്ചതെന്ന് ഫ്ളാറ്റ് നിവാസികൾ പറയുന്നു. കുട്ടികൾക്കുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളും നിരവധിയാണ്. ഫയർഫോഴ്സും സേനാ വിഭാഗങ്ങളായ നേവിയും എയർഫോഴ്സും സന്നദ്ധ പ്രവർത്തകരും എല്ലാം ചേർന്ന് 2 ആഴ്ചയോളം നടത്തിയ പ്രയത്നങ്ങൾക്കൊടുവിലാണ് തീ കെടുത്താൻ സാധിച്ചത്. മാലിന്യ സംസ്കരണത്തിൽ നമ്മളുടെ പാളിച്ചകൾ തുറന്നുകാട്ടിയ ബ്രഹ്മപുരത്തെ തീപിടുത്തത്തിന് ശേഷം എന്ത് സംഭവിച്ചു? എന്താണ് ബ്രഹ്മപുരത്തെ ഇപ്പോഴത്തെ അവസ്ഥ? നേരത്തെ നമ്മൾ ബ്രഹ്മപുരത്ത് കണ്ടുകൊണ്ടിരുന്നത് 110 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന മാലിന്യത്തിൻ്റെ മലകളാണ്. ഇപ്പം ഇന്നലത്തെ വീഡിയോ ഫുട്ടേജ് ആരെങ്കിലും എടുത്താൽ അതിൽ മുഴുവനും പച്ച നിറത്തിൽ പച്ചപ്പ് കാണാൻ നിങ്ങൾ. മാലിന്യ മലകൾ മുഴുവൻ മാറി. പട്ടാളപ്പുഴുവിനെ ഉപയോഗപ്പെടുത്തി ജൈവമാലിന്യം സംസ്കരിക്കാനുള്ള 2 പദ്ധതികൾ നടപ്പിലാക്കി കഴിഞ്ഞു. BPCLന്റെ സഹകരണത്തോടെ സ്ഥാപിക്കുന്ന ബയോ CBG പ്ലാന്റിന് വേണ്ടിയുള്ള ത്രികക്ഷി കരാർ ഉടൻ ഒപ്പിടും. വളരെ ഹൈജീനിക്കായി മാലിന്യം വളമാക്കി മാറ്റുന്ന 2 BSF പ്ലാന്റ് അത് സക്സസ്ഫുള്ളായി ഞങ്ങൾ 1 കൊല്ലം ഓടിച്ചു. ഡ്രൈ വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റിനെ നമ്മൾ മറ്റൊരു തരത്തിൽ സംസ്കരിച്ച് ബ്രഹ്മപുരത്തേക്ക് കൊണ്ടുപോകാതെ നമ്മൾ പുറത്തേക്ക് വളരെ ശാസ്ത്രീയമായി സംസ്കരിച്ച് പോവുകയാണ്. നിങ്ങളോട് മാത്രം പങ്കുവയ്ക്കുകയാണ്, CBG പ്ലാന്റിൻ്റെ കരാറ് നമ്മൾ ഒപ്പുവയ്ക്കുകയാണ്. കോർപ്പറേഷനും BPCLും സംസ്ഥാന ഗവൺമെൻറ്റും ട്രൈ പാർട്ടിയുടെ അഗ്രിമെൻറ്റ്. അപ്പോൾ ഇത്രയൊക്കെ ആയി കഴിയുമ്പോൾ ബ്രഹ്മപുരത്ത് വന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് സമാനതകളില്ലാത്ത മാറ്റമാണ്. കേരളത്തിൻ്റെ ഒരു മോഡലായി നമുക്ക് ഇന്ത്യയിൽ ലോകത്തിന് മുമ്പിൽ ഷോക്കേസ് ചെയ്യാവുന്ന ഒന്നായി ബ്രഹ്മപുരം മാറുകയാണ് എന്നത് നമ്മുടെ എല്ലാവരുടെയും കൂടി കൂട്ടായ്മയുടെ ഒരു വിജയമാണ്. കൊച്ചി കോർപ്പറേഷനോട് ചേർന്ന് കിടക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ കൂടി ഉപയോഗിക്കാവുന്ന തരത്തിലാണ് ബ്രഹ്മപുരത്തെ പദ്ധതികൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. തീപിടുത്തത്തിന് ശേഷമുള്ള 2 വർഷങ്ങളിൽ വലിയ മാറ്റമാണ് ബ്രഹ്മപുരത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞത്. ആർജവമുള്ള ഇടപെടലുണ്ടെങ്കിൽ മാലിന്യ സംസ്കരണത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്നാണ് ബ്രഹ്മപുരം തെളിയിക്കുന്നത്. ആന്റണി ഗ്രിഗറിക്കൊപ്പം എസ്. അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.